വയനാട്ടിൽ വന്യമൃഗശല്യം കഴിഞ്ഞ കുറേ നാളുകളായി അതിരൂക്ഷമാണ്. അത്തരത്തിൽ കാട്ടാനശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പുൽപ്പള്ളി മൂഴിയോട് നിവാസികൾ. ഇവിടെ പതിവായി കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ പരാതി. വന്യമൃഗശല്യം തടയാൻ തൂക്ക് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വേണ്ടി അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ വൈദ്യുതി വേലി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഴിച്ചുകൊണ്ടുപോയതാണ് ഇപ്പോഴത്തെ അതിരൂക്ഷമായ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മനുഷ്യന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. മൂഴിയോട് മേഖലയിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി സമാധാനത്തോടെ അന്തിയുറങ്ങിയിട്ട് ഒരൊറ്റയാൻ ഇവിടെ ഇറങ്ങി ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതുവരെ കൃഷിയിടത്ത് മാത്രമാണ് ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നത് എങ്കിൽ വീടിനു നേരെയും ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ ഒറ്റയാൻ സമീപവാസിയായ വടക്കേൽ മാത്യുവിന്റെ പറമ്പിലുണ്ടായിരുന്ന തെങ്ങ് വീടിന് മുകളിലേക്ക് മറിച്ചിട്ടു. പ്രദേശവാസികളുടെ കൃഷിയും നിരന്തരമായി ഒറ്റയാൻ നശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഒറ്റയാന്റെ ശല്യം രൂക്ഷമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി ആനയും കുരങ്ങും പന്നിയും ഈ മൂന്ന് മൃഗങ്ങളെ കൊണ്ട് ഇവിടെ ഒരു രക്ഷയില്ല. ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പകലാണെങ്കിൽ കുരങ്ങിന്റെ മേള ഒരു സാധനം നട്ടുപിടിക്കാറില്ല. ചേന, ഇഞ്ചി, കാച്ചിൽ ഒരു സാധനം നമ്മൾ പറമ്പിൽ നട്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ തരത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യൻ ഇവിടെ ജീവിക്കും? ഇത് തീറ്റകൾ മുഴുവൻ നാട്ടുകാരുണ്ടാക്കി കൊടുക്കണം, മൃഗങ്ങളെ അവർ വളർത്തും എന്നുള്ള രീതിയിലാണ്. ഈ തരത്തിലുള്ള ആയിക്കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യന് ഇവിടെ ജീവിക്കും? സാധാരണ മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ മേലാത്ത സ്ഥിതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ പദ്ധതി അനുസരിച്ച്. കായ്ഫലമുള്ള തെങ്ങുകളും കമുകും ഉൾപ്പെടെ വർഷങ്ങൾ പരിപാലിച്ചു പോരുന്ന കൃഷിയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കപ്പെടുന്നത്. ഇവ നശിച്ചാൽ തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് വനം വകുപ്പ് നൽകുന്നത് എന്നും കർഷകർ പറയുന്നു. ഒരു തെങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണയുടെ പൈസ പോലും അനുവദിക്കുന്നില്ല. അത് അനുവദിക്കണമെങ്കിലോ കൈവശ സർട്ടിഫിക്കറ്റ്, നികുതിച്ചീട്ട്, ആധാരം, പട്ടയം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കണം. ആകെ 750 രൂപയാണ് നമുക്ക് ഒരു തെങ്ങിന് കിട്ടുന്നത്. ഒരു തെങ്ങിൻ്റെക്ക് 500 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ഈ അവസ്ഥയിലാണ് ഉള്ളത്. ഇതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. തൂക്ക് വൈദ്യുത വേലി സ്ഥാപിക്കുന്നതിനായി വനം വകുപ്പ് നിലവിലുണ്ടായിരുന്ന ഫെൻസിംഗ് അഴിച്ചുമാറ്റിയതോടെയാണ് വന്യമൃഗശല്യം രൂക്ഷമായത് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലാളി ക്ഷാമവും സാമ്പത്തിക ബാധ്യതയും ശക്തമായ കാലാവസ്ഥാ വ്യതിയാനവും അതിജീവിച്ച് ഇറക്കുന്ന കൃഷിയാണ് നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകുന്നത്. ശക്തമായ നടപടി വിഷയത്തിലുണ്ടായിട്ടില്ലെങ്കിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് സമരവുമായി വരുമെന്നുള്ളതാണ് കർഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം സമീർ ബിൻ കരീം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ ഏതാനും ദിവസമായി ഒറ്റയാന്റെ ശല്യം രൂക്ഷമാണെന്ന് ഇവിടുത്തുകാർ പറയുന്നുണ്ട്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവിടുത്തെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയുമുണ്ട് ചില പ്രതികരണങ്ങൾ, കാണാം. ഇപ്പോൾ ട്രെഞ്ചും ഫെൻസിങ്ങും ഒക്കെ കുറഞ്ഞിട്ട് 3-4 മാസമായി. അത് പിന്നെ സ്ഥിരം ആന പറമ്പിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വാഴയും തെങ്ങും കവുങ്ങും എല്ലാം ഓടിച്ചു കളയാണ്. രാത്രി കിടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മൂടിലോട്ടൊക്കെ എത്ര വയ്യ മക്കളെ പറിച്ചു കളഞ്ഞ. ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യവും അവരൊക്കെ വിളിച്ച് കാണിച്ചു. ഇപ്പം പേടിയ മക്കളെ പുറത്തിറങ്ങി. ഞാൻ പുറത്തിറങ്ങണില്ല. ഞങ്ങൾക്ക് പേടിയാണ്. ഇവിടെ സന്ധ്യയായി പുറത്തിറങ്ങാൻ പറ്റിയില്ല. നേരം വെളുത്ത് 5 മണിയായി പുറത്തിറങ്ങാൻ പറ്റൂല. ഒരു ശല്യം കൊള്ളാണ്. ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പോൾ ജീവിക്കുക. ഞാൻ ആ കനത്ത ആനയുടെ ശല്യം കാരണം ഞങ്ങളുടെ പറമ്പിലുള്ള വാഴയും പ്ലാവും മാവും മൊത്തം വെട്ടി കളഞ്ഞേക്കുകയാണ്. അപ്പോൾ ഒരു വാഴയ്ക്ക് പോലും ഞങ്ങൾക്കിപ്പോൾ ഇല്ല. അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ നെൽകൃഷി ചെയ്യാൻ പറ്റില്ല. ആനനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെൻഷിങ് നേരത്തിട്ടുണ്ട്. പെൻഷിങ് ഒന്നും ഇവിടെ ഇല്ല. ഉള്ള ബാറ്ററി ഉണ്ടായിരുന്നതെല്ലാം അപ്പം തന്നെ അവരഴിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഉടനെ തന്നെ കാവൽ വെക്കണമെന്നാണ് ഞങ്ങളുടെ ഇത്.